തിരുവല്ല പെരുന്തുരുത്തിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പെരുന്തുരുത്തിയിൽ റോഡിനോട് ചേർന്നുള്ള വീട് തന്നെയാണ്. പക്ഷേ ഇവിടെ തോട് കരകവിഞ്ഞ് വീട്ടിലേക്ക് കയറിയിട്ടുള്ളൊരു സ്ഥിതിയാണ്. അത് പ്രധാനമായിട്ടും ഈ പോളയടക്കമുള്ളവ കിടക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വെള്ളം ഒഴുകിപ്പോകാനുള്ള ഒരു സംവിധാനം ഒന്നും തന്നെ ഇല്ല. 2 പഞ്ചായത്തുകളാണ് നിലവിൽ വരുന്നത്. ആ 2 പഞ്ചായത്തുകളും ആളുകളുടെ കാര്യത്തിൽ കൃത്യമായി ഇടപെടുന്നില്ല. ആരും ഇതുവരെ ഇത്രയും വെള്ളം കയറിയിട്ട് പോലും ഒരു ജനപ്രതിനിധി പോലും ഇവിടെങ്ങും എത്തിയിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളാണ് നാട്ടുകാർക്ക് അടക്കം ഉന്നയിക്കാനുള്ളത്. ഇവിടുത്തെ അവസ്ഥ നിങ്ങൾ ഇപ്പം കണ്ടല്ലോ. ഇത് തന്നെയാണ്, തോടും കണ്ട എല്ലാം ഒരുമിച്ച് കിടക്കുന്നതുകൊണ്ട് വെള്ളം എത്ര വെള്ളം വന്നാലും നമ്മുടെ വീടിനകം മൊത്തം വെള്ളമാണ്. അതുപോലെ വേസ്റ്റ് രാവിലെ ഇവിടെ നോക്കിയപ്പോൾ ഈ പോളയും ഉള്ള പാമ്പേഴ്സും മൊത്തം ഇവിടെ ആയിരുന്നു. നമ്മൾ കുത്തി വിട്ടതാണ്. ഇത് ഈ കൊച്ചു പിള്ളേരുള്ളതിൽ ഇവർക്ക് അസുഖങ്ങളൊക്കെ ഉണ്ടാകത്തില്ലേ? എന്തായാലും ഈ പോള കയറി അടിയുന്നതുകൊണ്ട് തന്നെ ഇവിടെ വെള്ളം പൊങ്ങുന്നത് വളരെ വലിയ രീതിയിൽ നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും. വെള്ളം കൂടി വീട്ടിലേക്കൊക്കെ കയറുന്ന ഒരു സ്ഥിതി വിശേഷം കൂടെ ഉണ്ട്. അപ്പം ഈ വീടിൻ്റെയൊക്കെ അവസ്ഥ എന്ന് പറയുമ്പം എക്കൽ മണ്ണ് അടക്കം വീടിനകത്തേക്ക് കയറും. അപ്പം ഒരു തവണ വെള്ളം ഇറങ്ങിപ്പോയി എന്ന് കരുതിക്കൊണ്ട് വീണ്ടും വീട് ശുചിയാക്കി കഴിഞ്ഞാൽ വീണ്ടും വെള്ളം കയറും, വീണ്ടും എക്കൽ മണ്ണ് അടിയുന്ന ഒരു സ്ഥിതി വിശേഷം കൂടെ ഉണ്ട്. ഇതിനകത്ത് നിൽക്കുന്ന ആളുകളുടെയൊക്കെ അവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഈ വെള്ളത്തിൽ നിന്നുകൊണ്ട് തന്നെ വേണം പാചകം ചെയ്യാനും പഠിക്കാനും കുട്ടികൾക്കടക്കം പുറത്തു പോകാനും. അപ്പം ഈ ഒരു മഴക്കാലം മൊത്തം ദുരിതമാണ് ഇവരുടെയൊക്കെ ജീവിതം. വെള്ളം കയറി കഴിഞ്ഞ് കൂടുതലും വരുന്നത് കൊളകനെ, അട്ട, കൊച്ചു പിള്ളേരുമായിട്ട് ഞങ്ങൾ താമസിക്കുന്നത്. ഇതിനകത്തോട്ട് അകത്തോട്ട് കയറാനോ ഇതിനകത്തോട്ട് ഇറങ്ങാനോ ഒന്നും ഇത് കണ്ടില്ല. ഞങ്ങളുടെ അവസ്ഥ കണ്ടില്ല, ഇത് കണ്ടില്ല. ചായക്കെല്ലാം വെളിയിലായിരിക്കുന്നു. ഇതുപോലും എടുത്ത് ഒന്ന് മാറ്റാനുള്ള അവസ്ഥ നമുക്ക് പറ്റുന്നില്ല. ഇപ്പം ഞങ്ങൾ ഇതേ കൊച്ചിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വരണം. ഈ വെള്ളം കയറാൻ തുടങ്ങിയപ്പോൾ തൊട്ട് അവന് പനി, ശ്വാസം മുട്ടലുമായിട്ട് ഇത്രയും വെള്ളം കയറിയിട്ടില്ല. ഒരു മനുഷ്യരും ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പഞ്ചായത്തിൽ നിന്ന് ആരും വെള്ളം കയറിയോന്ന് പോലും അന്വേഷിച്ചിട്ടില്ല. മഴക്കാലപൂർവ്വ ശുചീകരണമൊക്കെ നടന്നിരുന്നെങ്കിൽ ഇത്രത്തോളം രൂക്ഷമാകുമായിരുന്നില്ല സാഹചര്യം. ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ടത് തോട് കരകവിഞ്ഞൊഴുകി വീട്ടിലേക്ക് കയറുന്ന ഒരു സ്ഥിതിയാണ്. അത് പ്രധാനമായിട്ടും പോളയടക്കമുള്ളവ നീക്കം ചെയ്യാത്തതുകൊണ്ട് അടക്കമുള്ള പ്രശ്നങ്ങളാണ്. വീട്ടിലടക്കം വെള്ളം കയറിയിട്ടുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ അടക്കമുള്ള കുട്ടികൾക്ക് പഠിക്കാൻ പോകണം, സ്കൂളുകളിൽ പോകണം. അതിനുള്ള സാഹചര്യം പോലും ഇല്ലാത്ത ഒരു സ്ഥിതിയാണ് ഇവിടെ ഉള്ളത്. ക്യാമറമാൻ സുധീഷിനൊപ്പം ഗോകുൽനാഥ്, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.